അവിടെ അൻവറിനെ ഒഴിവാക്കിയിട്ട് യു ഡി എഫിനും ജയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഏകദേശം 20-25,000 വോട്ടോളം അദ്ദേഹത്തിൻ്റെ സ്വാധീന മേഖലകളിൽ നിലമ്പൂരിലുണ്ട്. അവിടെ വിജയിക്കുക എന്ന് പറയുന്നത് അൻവറിൻ്റെ കൂടി, കാരണം അവിടെ എപ്പോഴും ജയിക്കുന്നത് ഒരു 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാക്സിമമാണ്. കഴിഞ്ഞ പ്രാവശ്യം 2016 11,000 വോട്ടാണ്. പിന്നെ ഇത് 6,000 വോട്ടിലേക്ക് 5,000 വോട്ടിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഒരു 15,000 വോട്ടിൽ താഴെ മാത്രമാണ് അവിടെ ഏത് പാർട്ടിക്കാണെങ്കിലും ജയിക്കാൻ കഴിയുക. അതിൽ 25,000 വോട്ട് ഭിന്നിച്ച് നിന്നാൽ, കാരണം എന്തായാലും ഇനി അൻവർ LDFിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല, UDFിൻ്റെ ഭാഗത്തേക്കും പോകാൻ പറ്റില്ല, തൃണമൂൽ കോൺഗ്രസ് അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയായി നിൽക്കുക മാത്രമേ ഓപ്ഷനുള്ളൂ. അങ്ങനെ വന്നാൽ 25,000 വോട്ട് അവിടെ സ്പ്ലിറ്റ് ആവും. അങ്ങനെ സ്പ്ലിറ്റ് ആയത് പരമാവർത്താണ് അവിടെ ജയിക്കാൻ പോകുന്നത് LDF ആണ്. അവിടെ ഒരു കാരണവശാലും UDF ജയിക്കാൻ പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ വരുമ്പോൾ UDFിൻ്റെ കൂടെ അൻവറിനെ നിർത്തുക എന്നുള്ളത് നിർബന്ധമാണ്. അല്ലാതെ അവർക്ക് ഓപ്ഷനില്ല. അപ്പം ഇന്ന് മലയോര ജാഥ നിലമ്പൂരിലെത്തുന്ന സമയത്ത് അൻവറിനെ കൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയവും അവസരവുമാണ്. അതിന് അൻവർ കാണിച്ച ബുദ്ധി അതിനേക്കാൾ നല്ല ബുദ്ധിയാണ്. കാരണം അങ്ങോട്ട് പോയി ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഒരാൾ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയിട്ട് വരട്ടെ എന്ന് ചോദിച്ചാൽ വരണ്ട എന്ന് ഒരു പാർട്ടിക്കും പറയാൻ പറ്റില്ല. വരാൻ പറഞ്ഞു. അതെന്തായി? അത് വലിയ മഞ്ഞുരുങ്ങണ്ടേ. അപ്പോൾ ആ ഭാഗത്തോടു കൂടി എല്ലാ ചർച്ചകളും നടന്നല്ലോ. എന്ന് പറയുന്നത് KC വേണുഗോപാൽ, സാദിഖ് അലി തങ്ങൾ, ഉണ്ണിസാർ പറഞ്ഞ പോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, VD സതീശൻ, K സുധാകരൻ, അങ്ങനെ രമേശ് ചെന്നിത്തല, അങ്ങനെ എല്ലാ നേതാക്കന്മാരും ചർച്ച ചെയ്ത്, അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെയാകുമ്പോൾ ഒരു വാതിൽ തുറന്നു എന്നുള്ളത് തന്നെയാണ്.